Meet the editors. പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിലേർപ്പെടാതെ തൃണമൂൽ കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 42 സ്ഥാനാർത്ഥികളുടെ പട്ടിക മമതാ ബാനർജി പ്രഖ്യാപിച്ചു. പ്രധാന നേതാക്കളായ മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, ശത്രുഘ്നൻ സിൻഹ എന്നിവർക്ക് പുറമെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനും പട്ടികയിൽ ഇടം പിടിച്ചു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന മെഗാ റാലിയിലാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. സിറ്റിംഗ് എംപിമാരിൽ ചിലരെ ഒഴിവാക്കിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയുമാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 16 സിറ്റിംഗ് എംപിമാർക്ക് അവസരം നൽകിയിട്ടുണ്ട്. 12 സ്ഥാനാർത്ഥികൾ വനിതകളാണ്. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ ബെർഹാംപൂരിൽ നിന്നും മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ നിന്നും മത്സരിക്കും. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവും സംസ്ഥാന അധ്യക്ഷനുമായ അദിർ രഞ്ജൻ ചൌധരി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ബെർഹാംപൂർ. സന്ദേശ് ഗലി ഉൾപ്പെടുന്ന ബസീർഹത്ത് ലോക്സഭാ സീറ്റിൽ നിന്ന് സിറ്റിംഗ് എം പിയായ നുസ്രത് ജഹാനെ തഴഞ്ഞ് മുൻ എം പി ഹാജി നൂറുൽ ഇസ്ലാമിനെയാണ് മത്സരിപ്പിക്കുന്നത്. ശത്രുഘ്നൻ സിൻഹ സിറ്റിംഗ് സീറ്റായ അസൻസോളിൽ തന്നെ മത്സരിക്കും. മുൻ ക്രിക്കറ്റ് താരം കീർത്തി ആസാദ് ബർദമാൻ ദുർഗാപൂരിൽ നിന്ന് ജനവിധി തേടും. ജയ്പാൽഗുരിയിൽ നിർമ്മൽ ചന്ദ്ര റോയും, ഡാർജിലിംഗിൽ ഗോപാൽ ലാമയും, ബരപ്പൂരിൽ പാർത്ത ഭൗമിക്കും, ഡുംഡുമിൽ സൗഗത റോയും, ബസിൽഹട്ടിൽ ഹാജി നൂറുൽ ഇസ്ലാമും മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലാണ് മത്സരിക്കുക. ജാദവ്പൂരിൽ സയോനി ഘോഷാണ് സ്ഥാനാർത്ഥി. ശ്രീരാംപൂരിൽ കല്യാൺ ബാനർ ജനവിധി തേടും. ബംഗാളിന് പുറമെ അസമിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി ചർച്ചകൾ തുടരുകയാണ്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തൃണമൂലിന്റെ നീക്കത്തിൽ കോൺഗ്രസ് അതൃപ്തിയിലാണ്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ വിഷയം ഇതാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയോ? നമുക്കൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് തത്സമയം ചേരുന്നുണ്ട്. സ്വാഗതം സ്മൃതി പരുത്തിക്കാട്. ആദ്യം ഞാൻ ഉണ്ണിസാറിലേക്ക് പോവുകയാണ്. ഉണ്ണിസാർ, ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണോ മമത ഒറ്റയ്ക്ക് 42-ലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? നോക്കൂ, ഞാനിത് തിരിച്ചടിയായിട്ട് കരുതുന്നില്ല. കാരണം ഇതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാമായിരുന്നല്ലോ വളരെ ശക്തമായ അഭിപ്രായ ഭിന്നതകൾ തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് നിലനിന്നിരുന്നു. എന്ന് മാത്രമല്ല, ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്ന് വളരെ മുമ്പേ തന്നെ മമതാ ബാനർജി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ഇത് ബംഗാളിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കമല്ല. യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആഗ്രഹിച്ചിരുന്നത് മേഘാലയയിൽ ഒരു സീറ്റ് കിട്ടണം തൃണമൂൽ കോൺഗ്രസിന്. അതേപോലെ തന്നെ അസമിൽ 3 സീറ്റ് കിട്ടണം. ഈ 3 സീറ്റ് അസമിലും മേഘാലയയിൽ ഒരു സീറ്റും കൊടുക്കാമെങ്കിൽ എല്ലാ വിട്ടുവീഴ്ചകൾക്കും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിരുന്നു. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മേഘാലയയിലോ അസാമിലോ അത്തരത്തിലൊരു വിട്ടുവീഴ്ച സാധ്യമായിരുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ മേഘാലയയിൽ ആകെ 2 സീറ്റാണുള്ളത് ലോക്സഭയിലേക്ക്. അതിലൊരു സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് തന്നെ വിജയിച്ചു വന്നിരിക്കുന്ന സീറ്റാണ് ഷില്ലോങ്. രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തുറയാണ്. അവിടെ ഈ പറയുന്ന സഖ്യകക്ഷിയായിട്ടുള്ള NPPക്കാണ്, അഗതാ സാങ്മയുടെ സീറ്റാണ്, അത് സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തും കോംപ്രമൈസ് ചെയ്യാൻ എന്തായാലും കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല. അസമിൽ നോക്കൂ, അസമിൽ 14 ലോക്സഭാ സീറ്റുണ്ട്. അതിൽ 9 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് BJP ആണ്. 3 സീറ്റാണ് കോൺഗ്രസിന് അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ളത്. 2 സീറ്റുകൾ അവിടെ ഇൻഡിപെൻഡൻറ്റും ഒരു പ്രാദേശിക കക്ഷിയുമാണ് വിജയിച്ചിരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് രൂപപ്പെട്ടത്? തൃണമൂൽ കോൺഗ്രസ് രൂപപ്പെട്ടത് കോൺഗ്രസിനെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. അവിടെ മുഗൾ സാങ്മയും 17 MLA-മാരും കൂടി ഒരുമിച്ചാണ് കോൺഗ്രസിനെ ഡിഫക്റ്റ് ചെയ്ത് പുറത്തു പോയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ പ്രാദേശികമായി ശക്തമായ വിയോജിപ്പ് അസമിൽ നിലനിൽക്കുന്നുണ്ട്. ഈ 2 സ്ഥലത്തും കോൺഗ്രസിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബംഗാളിലുണ്ടായ ഒരു ഡെഡ് ലോക്കിലേക്ക് വരുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മമതാ ബാനർജി എന്താണ് ആഗ്രഹിക്കുന്നത്? മമതാ ബാനർജി ആഗ്രഹിക്കുന്നത് മേഘാലയയിലും അസമിലും ത്രിപുരയിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ കാര്യം എടുത്ത് നോക്കൂ. അവർക്ക് ഡൽഹിയിലും പഞ്ചാബിലും മുഖ്യമന്ത്രിമാരുണ്ട്. അവർ ചെറുതല്ലാത്ത ശക്തിയാണ് ഗുജറാത്തിൽ. അതേപോലെ തന്നെ അവർ ഗോവയിലൊരു നല്ല ശക്തിയാണ്. ആ അർത്ഥത്തിൽ ഒരു ദേശീയ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി വികസിച്ചു വരുമ്പോൾ മമതാ ബാനർജിയുടെയും സ്വപ്നം എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് വളർന്നു വരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മമതാ ബാനർജിക്ക് ഒരു ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്ന ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ആകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിലാണ് മമതാ ബാനർജി ശ്രമങ്ങളെല്ലാം നടത്തിയത്. അതാണ് യഥാർത്ഥത്തിൽ ഡെഡ് ലോക്കിലേക്ക് വന്നത്. ഇനി അവിടെ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് കൂടി പരിശോധിക്കാം. നമുക്ക് 1998 തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുന്നത്.
98-ൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് BJPയുടെ സഖ്യകക്ഷിയാണ്, വാജ്പേയിയുടെ സഖ്യകക്ഷിയാണ്. അത് കഴിഞ്ഞ് 98-ൽ അവരാദ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് 7 സീറ്റാണ് അവിടെ ലോക്സഭയിലേക്ക് ലഭിച്ചത്. പിന്നീട് അങ്ങോട്ടേക്ക് വളർച്ചയുടെ ഒരു ഗ്രാഫാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെത്. 99-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 10 സീറ്റായിട്ട് അത് വികസിക്കുന്നു. എന്നാൽ 2004 വേറൊരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അവിടെ വലിയ ശക്തമായൊരു ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ കൊടുങ്കാറ്റാണ്. കാരണം അന്നാണ് 2004 കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ, UPA അധികാരത്തിലെത്തിക്കാൻ ലെഫ്റ്റ് ഫ്രണ്ടിന് 60ഓളം സീറ്റ്, 61 സീറ്റുകൾ കിട്ടി. അതിനകത്ത് മേജർ ഷെയർ വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് 2004. എന്നാൽ 2009-ലേക്ക് വരുമ്പോൾ വലിയൊരു വളർച്ചയാണ് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. 19 സീറ്റ് വിജയിക്കാൻ. അതിൻ്റെ കാരണം എന്താ? 2008-ലാണ് നന്ദിഗ്രാം ഉണ്ടാകുന്നത്. നന്ദിഗ്രാം സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ലെഫ്റ്റിൻ്റെ ഒരു ഇറോഷനാണ് സംഭവിക്കുന്നത്. 2009-ൽ 19 സീറ്റിൽ നിന്ന് 2014-ലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ വിജയത്തിലേക്ക് അവരെത്തുകയാണ്. 34 സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തുകയാണ്. അന്ന് എത്ര സീറ്റാണെന്നറിയോ BJPക്കുള്ളത്? 2014 2 സീറ്റാണുള്ളത്. അന്ന് 4 സീറ്റ് കോൺഗ്രസിന് അവിടെയുണ്ട്, 2 സീറ്റേ ഉള്ളൂ. പക്ഷേ 2019-ൽ എന്താ സ്ഥിതി മാറുകയും 22 സീറ്റായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കുറയുന്നു. 18 സീറ്റായിട്ട് BJP വളരുന്നു. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. യഥാർത്ഥത്തിൽ ഞാനിതൊരു വലിയ പ്രശ്നമല്ല ബംഗാളിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ആശയം എന്ന് പറയുന്നത്? ഇന്ത്യ മുന്നണിയുടെ ആശയം എന്ന് പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ്. ബംഗാളിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ 2019-ൽ 18 സീറ്റിൽ വിജയിച്ചുകൊണ്ട് 17% വോട്ട് ഏതാണ്ട് 40%-ലേക്ക് BJP അവിടെ വളർത്തുന്നുണ്ട്. 23% വളർച്ച നേറി 2 സീറ്റിൽ നിന്ന് 18 സീറ്റിലേക്ക് വളരുന്ന BJPയാണ് നമ്മൾ 19-ൽ ബംഗാളിൽ കാണുന്നത്. അപ്പം 2024 സ്വാഭാവികമായിട്ടും അവിടുത്തെ രണ്ടാം കക്ഷി എന്ന് പറയുന്നത് BJPയാണ്, തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞാൽ. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളാണത്. ആ സ്ഥലങ്ങളിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി BJPയെ പിന്നെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ആശയം. ആ ആശയം ഇവിടെ പരാജയപ്പെടാൻ പോവുകയാണ്. എന്നാൽ ഞാൻ കാണുന്നൊരു പോസിറ്റീവായ കാര്യം 2023-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 2023-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ 2019-ൽ BJP ഉണ്ടാക്കിയൊരു വളർച്ചയുണ്ടല്ലോ, 40% വോട്ടിൻ്റെ വളർച്ച. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 23% കുറഞ്ഞു. അതായത് എന്ന് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം 51% വളർന്നു. ഇത് കൂടാതെ അന്ന് ഈ 2019-ൽ 6% പിന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓൾമോസ്റ്റ് നില്ലായിരുന്നു. അതിൽ നിന്നാണ് ഈ 23-ലേക്ക് വരുന്നത്. പക്ഷേ അതിനേക്കാളും പ്രധാനമാണല്ലോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 40.7% BJPയുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 17%-ൽ നിന്നാണ് 2014-ലെ 17%-ൽ നിന്നാണ് 23% വർധനയുണ്ടാക്കിയെന്ന് മാത്രമല്ല 2 സീറ്റായിരുന്നു BJP 18 സീറ്റിലേക്ക് വികസിച്ചു. എന്നാൽ 2023-ലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി? 23%-ലേക്ക്, അതായത് 40-ൽ നിന്ന് 23-ലേക്ക് 17% താഴ്ചയുണ്ടാകുന്നു. അവിടെ മാത്രമല്ല, അത് മാത്രമല്ല പ്രശ്നം. അവിടെ കോൺഗ്രസ് ഏതാണ്ടൊരു 7-8% അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഡബിൾ ചെയ്യുന്നു, 14%-ലേക്ക് വികസിക്കുന്നു അവരുടെ വോട്ട്. 7%-ആയിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 21% യഥാർത്ഥത്തിൽ കോൺഗ്രസും CPM-ഉം കൂടി ചേരുമ്പോൾ അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 51% തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഏതാണ്ട് 72% വോട്ടാണ് ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒന്നിച്ച് നിന്നാൽ ഉണ്ടാകാവുന്ന ബ്ലോക്ക് ആ വോട്ടെന്ന് പറയുന്നത്. അതവിടെ ഭിന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ ക്ഷീണമൊന്നും അവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJPയുടെ ഒരു താഴ്ചയാണ് ഞാൻ അവിടെ കാണുന്നത്. എന്നാൽ അവിടെ ഉണ്ടാകാവുന്നൊരു വലിയ വിക്ടറി, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആശയം, അതിനൊരു തിരിച്ചടിയുണ്ട്. അത് കേരളത്തിലെ കേസ് പോലല്ല. ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യ മുന്നണി വർക്ക് ചെയ്യുന്നില്ലോ നമുക്ക് പറയാം, ശരിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് UDF-ഉം LDF-ഉം നിൽക്കുന്നത്. ഇവിടെ BJP ഒരു ഫോഴ്സേ അല്ല. ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ്. അവിടെ BJP ഒരു ഫോഴ്സ് അല്ല. പക്ഷേ ബംഗാളിൽ BJP ഒരു ഫോഴ്സായിരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ യെസ് ആണ് പ്രാഥമികമായി. അതെ, യെസ് ആണ്. ഓക്കെ സർ. ഭാരത് ജോഡോ ന്യായ യാത്രയിലും മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസുമായിട്ടൊരു സംഘർഷത്തിൽ പോവുകയായിരുന്നു. പ്രത്യേകിച്ച് അധിർ രഞ്ജൻ ചൗധരിയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയുമായിട്ടൊരു ദീർഘകാല യുദ്ധം അധിർ രഞ്ജൻ ചൗധരി കൈവശം വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെയും അവതാളത്തിലായിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോഴും ഡോർസ് ആർ ഓപ്പൺ എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് പറയുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മമതാ ബാനർജി 42 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനം ഈ അധിർ രഞ്ജൻ്റെ തന്നെ സീറ്റിലാണ് യൂസഫ് പഠാനെയാണ് നിർത്തിയിരിക്കുന്നത്. യൂസഫ് പഠാനെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം ഒന്ന്, ആ മണ്ഡലം ഒരു ന്യൂനപക്ഷ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ്. യൂസഫ് പഠാനെ, ഒരു ഗുജറാത്തുകാരനായിട്ടുള്ള യൂസഫ് പഠാനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
പിന്നെ ഒരു എക്സ്ട്രാ വോട്ടുകൾ ഉണ്ടാവുമല്ലോ. യൂസുഫ് പഠാനെ ആരാധിക്കുന്ന ക്രിക്കറ്റ് ബംഗാളി ചെറുപ്പക്കാരൊക്കെ തന്നെയും നല്ല രീതിയിൽ ക്രിക്കറ്റ് ആരാധകരാണ്. അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഏതായാലും മമതാ ബാനർജിക്കുണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിനകത്ത് മതേതര വോട്ടുകൾ പഴയതുപോലെയല്ല. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും ബി ജെ പിയിലേക്ക് പല ലെഫ്റ്റ് വോട്ടുകളും മൈഗ്രേറ്റ് ചെയ്തിരുന്നു, കോൺഗ്രസ് വോട്ടുകളും മൈഗ്രേറ്റ് ചെയ്തിരുന്നു. ഈ തൃണമൂലാണ് അവിടുത്തെ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത്. ആ തൃണമൂലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പിക്കാണ് കഴിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലെഫ്റ്റ് വോട്ടും കോൺഗ്രസ് വോട്ടും തൃണമൂലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അത് ഒരു രണ്ട് ശക്തികൾ തമ്മിലുള്ള തുല്യ പോരാട്ടമായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതല്ല കാണിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്നും അവിടെ നടന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഈ 51% എന്ന് പറയുന്നത്. CPIM-നൊന്നും പ്രവർത്തിക്കാൻ ആരെയും സ്ഥാനാർത്ഥിയെ നിർത്താൻ സമ്മതിച്ചിട്ടില്ല. കുറേയൊക്കെ ഭേദമാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ കുറേയൊക്കെ ഭേദമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സെക്യുലർ വോട്ടുകൾ ഭിന്നിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം കോൺഗ്രസിന് സെക്യുലർ വോട്ട് പരമാവധി സമാഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ലെഫ്റ്റിനും അവിടെ വലിയ ഉയർച്ചയുണ്ടായിട്ടുണ്ട്. ആ ലെഫ്റ്റിൻ്റെ വോട്ടുകളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിൽ നല്ല രീതിയിൽ സെക്യുലർ വോട്ടുകൾ ഭിന്നിക്കും. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതം അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച 3 സംസ്ഥാനങ്ങൾ, ഒന്ന് പഞ്ചാബ്, ഡൽഹിയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ അത്ഭുതകരമായ വിധത്തിൽ പാച്ചപ്പ് ചെയ്തിരിക്കുന്നു. കേരളം, പശ്ചിമ ബംഗാൾ. ഇതിൽ പശ്ചിമ ബംഗാളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പഞ്ചാബിൽ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് വെച്ചാണ്. കാരണം ബി ജെ പിയുടെ മുഖ്യശക്തിയായി വരാതിരിക്കാൻ വേണ്ടി. കേരളത്തിൽ സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും. ബി ജെ പിയുടെ മുഖ്യശക്തിയായി വരാതിരിക്കാൻ വേണ്ടി കേരളത്തിലും ഇല്ല. അപ്പോൾ ബംഗാളിലത് സാധ്യമായിരുന്നു. പ്രത്യേകിച്ച് 42 ലോക്സഭാ സീറ്റുണ്ട്. ഈ 40 നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ തൊട്ട അയൽവക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാവരെയും മാന്യമായ രീതിയിൽ പരിഗണിക്കുന്നു. ഇതൊക്കെ DMK ജയിക്കേണ്ട സീറ്റുകളാണ് അല്ലേ. അവിടെ കോൺഗ്രസിന് കൊടുക്കുന്ന 9 സീറ്റ്, CPM-നും CPI-ക്കും കൊടുക്കുന്ന 2 വീതം സീറ്റുകൾ, മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് കൊടുക്കുന്ന ഓരോ സീറ്റുകൾ, ഇതൊക്കെ വേണമെങ്കിൽ DMK-ക്കും സ്വന്തമായി വെക്കാമായിരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്ലോക്കായി ഉറപ്പായും DMK വരുമായിരുന്നു. കാരണം മമത അഭിമുഖീകരിക്കുന്ന ആൻറ്റി ഇൻകുമൻസി ഒന്നും DMK അഭിമുഖീകരിക്കുന്നില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ, അവിടെയാണ് ഇന്ന് അധീർ രഞ്ജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഈ പെണ്ണുങ്ങളെ ആർക്കും വിശ്വസിക്കാനാകില്ല എന്നാണ് അധീർ രഞ്ജൻ ചൗധരി ഇന്ന് പറഞ്ഞത്. മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യ മുന്നണി ഈ ഒഡീഷയിൽ BJD-യുമായിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു മുന്നണി ബന്ധത്തിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും അവിടെ സഖ്യം ചേർന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന മൂന്നാം കക്ഷിക്കെതിരെ പൊരുതാൻ പോവുകയാണ്. അതേപോലെ തന്നെയാണ് 2014 മുന്നണി ബന്ധം ഉപേക്ഷിച്ച ചന്ദ്രബാബു നായിഡുവായി ആന്ധ്രാപ്രദേശിൽ TDP-യുമായി സഖ്യം ചേരുന്നത്. UP-യിൽ RLD പുതിയ സഖ്യമാണ്. JDU ബീഹാറിലെ പുതിയ സഖ്യം, തിപ്രാമോത്ത ത്രിപുരയിൽ. അപ്പോൾ പുതിയ സഖ്യങ്ങൾ കണ്ടെത്തി ഏതാണ്ട് ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞ നിലക്ക് മമതാ ബാനർജി എടുക്കുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിന് പ്രാധാന്യമേറെയാണ് എന്ന് ഒരു കാര്യം പറയാം. അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിശ്വസിക്കാൻ കൊള്ളുന്നത് മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് BJP-ക്കെതിരായിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് NDA ഇൻടാക്റ്റായി വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചുള്ള ഒട്ടേറെ കാര്യങ്ങൾ പേടിക്കാനുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ കേന്ദ്ര ഏജൻസികൾ ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞാൽ നോട്ടുകെട്ടുകളാണ് നമ്മൾ കാണുന്നത്. ബംഗാളിൽ നിന്ന് വരുന്ന അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ വലിയ നോട്ട് കൂമ്പാരങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ ടാക്റ്റിക്കലായിട്ടുള്ളൊരു നിലപാടായിരിക്കണം മമതാ ബാനർജി എടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പിന്നോട്ടടി തന്നെയാണ്. ഞാൻ തിരിച്ചടി എന്ന് പറയുന്നില്ല. കാരണം ഇന്ത്യ ബ്ലോക്കിന് ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ NDA-ക്ക് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം കോൺഗ്രസും ഉദ്ധവ് ഠാക്കറെയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ബാക്കി ഔട്ട്ലൈൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യ ബ്ലോക്ക്. ഉത്തർപ്രദേശിൽ നല്ല രീതിയിൽ പോകുന്നു. ജമ്മു കാശ്മീരിൽ അടിയുണ്ട്. കാരണം അവിടെ PDP-യുമായിട്ട് സീറ്റ് വിഭജനത്തിന് തയ്യാറല്ലാതെ നാഷണൽ കോൺഫറൻസ് മാറിയിരിക്കുകയാണ്. എങ്കിൽ പോലും അതൊരു നല്ല ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പൂർത്തിയായി. അപ്പോൾ ഇതൊരു പിന്നോട്ടടിയാണ്, പക്ഷെ തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നു.
ഓക്കെ, മമതാ ബാനർജി 42 സീറ്റുകളിലേക്കും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യ ബ്ലോക്കിന് തിരിച്ചടിയാണോ? അതിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതി പരുത്തിക്കാട് നമുക്കൊപ്പം തത്സമയം കുറച്ച് ദൂരെ നിന്നാണ് ചേരുന്നത്. സ്വാഗതം. ഇവർ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നോ? യോജിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ചില ഘടകങ്ങളുണ്ട്. എന്നാൽ പോലും ഇത് തിരിച്ചടി തന്നെയാണ്, ബംഗാളിൽ തിരിച്ചടിയാണ്. BJPയെ സംബന്ധിച്ചായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചാലും 42 എന്ന അക്കം ഈ മറ്റ് UP, മഹാരാഷ്ട്ര കഴിഞ്ഞ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ അവിടെ ഒരു സഖ്യ സാധ്യതകൾ അവസാന നിമിഷം വരെ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് BJP നേടി എന്നുള്ളിടത്ത് ഇവിടെ വിഘടിച്ചു പോകുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സാഹചര്യം നിൽക്കുകയാണ്. നേരത്തെ അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞ ഒരു വിഷയമുണ്ട്, വിശ്വസിക്കാൻ കഴിയാത്ത നേതാവ് എന്ന്. സഖ്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ പറയുമ്പോൾ മമതാ ബാനർജി അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത സഖ്യകക്ഷിയാണ്, നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ BJPക്കൊപ്പം വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു, പിന്നീട് UPയുടെ ഒപ്പം എത്തി. പക്ഷേ അപ്പോൾ അവർ പോരാളിയാണെങ്കിലും ഒരു ദേശീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ജനാധിപത്യപരമായിട്ടാണോ അവർ ഇടപെടൽ നടത്തുന്നത്, നിലപാടെടുക്കുന്നത് എന്നുള്ളൊരു സംശയകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ തന്നെ, ഇപ്പോൾ 42 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആർക്കെതിരെയാണ് നിർത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. BJPക്കെതിരെയാണോ? പ്രധാന എതിരാളി ആരാണ്? കോൺഗ്രസ് ആണോ പ്രധാനപ്പെട്ട എതിരാളി എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ യൂസഫ് പഠാനെയാണ്. അധീർ രഞ്ജൻ ചൗധരി 5 തവണ വിജയിച്ച സ്ഥലമാണ് അവിടെ ബഹാരംപൂർ. അവിടെ ഇപ്പോൾ യൂസഫ് പഠാനെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇത്തവണ അധീർ രഞ്ജൻ ചൗധരിയാണോ മത്സരിക്കുക എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ശക്തനായ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് യൂസഫ് പഠാനെ നിർത്തുന്നു. അപ്പോൾ BJPയേക്കാൾ വലിയ എതിരാളിയായി ആരെ കാണുന്നു തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. അതിൽ തന്നെ അധീർ രഞ്ജൻ ചൗധരി പലപ്പോഴും ഇപ്പോൾ ദേശീയ കോൺഗ്രസ് നേതൃത്വം പലതവണ സഖ്യസാധ്യകൾ ആരായുമ്പോഴും പ്രാദേശിക നേതൃത്വമാണ് അതിനെതിരെ നിന്നിരുന്നത്. തൃണമൂലിനെതിരെ അതിശക്തമായ നിലപാടെടുത്തത്, ഈ സഖ്യസാധ്യകളൊക്കെ അടയുന്ന രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിയത് കോൺഗ്രസ് കൂടിയാണ്. അതിൽ അധീർ രഞ്ജൻ ചൗധരിക്ക് പ്രധാന പങ്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തനായ എതിരാളി എന്ന രൂപത്തിൽ നിർത്തുന്നു. പിന്നീട് ഈ BJPക്ക് അല്ലെങ്കിൽ മോദിക്കുള്ള ഒരു സന്ദേശം, BJPക്കുള്ള ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക എന്ന് അധീർ രഞ്ജൻ ചൗധരി പരിഹസിക്കുകയുണ്ടായി. അതിലപ്പുറം ഭയക്കുന്നുണ്ട്, BJPയെ ഭയക്കുന്നുണ്ട്, ഭയന്നുകൊണ്ടുള്ള ഒരു പട്ടികയാണ് എന്നും പറയുന്നുണ്ട് കോൺഗ്രസ്. ഇപ്പോൾ ED വരുന്നു, CBI വരുന്നു, ഈ അന്വേഷണ ഏജൻസികളൊക്കെ വരുന്ന ഘട്ടത്തിൽ BJPയെ പിണക്കാത്തൊരു പട്ടിക തയ്യാറാക്കുന്നു എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പുറത്ത് BJPയുടെ പരിഹാസമുണ്ട്. BJPയുടെ പരിഹാസം എന്ന് പറയുന്നത്, ഞങ്ങളിൽ നിന്ന് പോയ 8 പേരെയാണല്ലോ നിങ്ങൾ അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുന്നത് എന്നൊരു കാര്യം അവർ ചോദിക്കുന്നത്. ശത്രുഘ്നൻ സിൻഹ അടക്കം 8 പേർ ആ രൂപത്തിലാണ്. 16 സിറ്റിംഗ് MP മാരുണ്ട്, 12 വനിതകളുണ്ട്. മുഹുവ മൊയ്ത്ര ഒരു ഘട്ടത്തിൽ മുഹുവ മൊയ്ത്രയെ മമതയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. മുഹുവ മൊയ്ത്ര പക്ഷേ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ അവരൊരു പോരാളിയാണ്, അവരെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു നല്ല ചിത്രം കൂടി അവിടെ നൽകുന്നുണ്ട്. അതേസമയം സന്ദേശ് ഖലി ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സന്ദേശ് ഖലി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം, മണിപ്പൂരിൽ നിശബ്ദനായ മോദി അടക്കം സന്ദേശ് ഖലിയിലെ സ്ത്രീകൾ മാപ്പ് തരില്ല, രാജ്യം അവിടെ നിന്നൊരു മറുപടി ആഗ്രഹിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങൾ പല ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശ് ഖലിയിൽ ഇപ്പോൾ ഈ ഷാജഹാൻ ഷേഖ് എന്ന തൃണമൂൽ MP നേതാവിനെതിരെ നടപടിയെടുത്തത് 55 ദിവസങ്ങൾക്ക് ശേഷമാണ്. അവിടെ ഗ്രാമീണ സ്ത്രീകളെ ഊഴമിട്ട് ആക്രമിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെയുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമി തട്ടിയെടുക്കൽ വിവാദമുണ്ട്. അതൊരു വലിയ വിഷയമാക്കി BJP ഉയർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സന്ദേശ് ഖലിയിൽ ഇപ്പോൾ നിലവിലെ MP നുസ്രത് ജഹാനെ ഒഴിവാക്കിക്കൊണ്ട് ഹാജി നൂറുൽ ഇസ്ലാമിനെയൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്. പക്ഷേ അതവിടെ ഒരു പരിഹാരമാകുന്നില്ല. മമതയ്ക്കെതിരെയുള്ള വികാരം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഒരു ഘടകം, മമതയ്ക്കെതിരെയുള്ള വികാരം എങ്ങോട്ട് പോകുന്നു? നേരത്തെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ അത് ആ വോട്ട് മുഴുവൻ BJPയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് CPMലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ട്. കാരണം 5 വർഷത്തിനിടെ മുഹമ്മദ് സലീമും സുജൻ ചക്രവർത്തി, മീനാക്ഷി മുഖർജി എന്നിവരുടെ നേതൃത്വത്തിൽ CPM ഇപ്പോൾ അവരെ തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റാലിയിൽ തന്നെ, CPMന്റെ റാലിയിൽ തന്നെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ CPM ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ സഖ്യമില്ലായ്മയിൽ CPMനെ സഹായിച്ചേക്കാം എന്നുള്ളൊരു വാദവും ഉയരുന്നുണ്ട്. അതേസമയം മറ്റ് സങ്കീർണമെന്ന് കരുതിയ UP പോലുള്ള സ്ഥലങ്ങളിൽ സീറ്റ് വിഭജനം കൃത്യമായി നടപ്പാക്കാൻ സാധിക്കുകയും ഇവിടെ നടപ്പാക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത്
ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ അതൊരു വിഷയം തന്നെയാണ്. കോൺഗ്രസ് അപ്പോഴും ദേശീയ നേതൃത്വം അപ്പോഴും പിണക്കാതെയാണ് പ്രതികരിക്കുന്നത്. ജയറാം രമേശിനെ പോലുള്ള നേതാക്കൾ പ്രതികരിക്കുമ്പോഴും സഖ്യസാധ്യത ഇല്ലാതെ പോയത് ഖേദകരമാണ്. അപ്പോഴും ഉറ്റുനോക്കുന്നു അടുത്ത ഘട്ടത്തെ എന്ന രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെ ആ രൂപത്തിൽ അനുനയിപ്പിക്കാനോ ഇതിനൊരു നേതൃത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെടാനോ ഉള്ളൊരു ഒരു രീതിയിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പോകാൻ സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ബംഗാളിൽ BJPക്ക് നേട്ടമാകുമോ? നേരത്തെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചനുസരിച്ചാണ് BJPക്ക് അത്തരം സാധ്യതകൾ കുറച്ച് കുറയുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അതേസമയം തിരിച്ചുവരവിൻ്റെ പാതയിലുള്ള CPM-നെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, പ്രധാനപ്പെട്ട നേട്ടമാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യമുണ്ട്, മമതാ ബാനർജിക്ക് ഇന്ത്യ എന്നാൽ പശ്ചിമ ബംഗാളാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ എന്നാൽ ഇന്ത്യ തന്നെയാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിൽ സഖ്യസാധ്യതകൾ തേടണമായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു തിരിച്ചടിയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നേരിടുന്നത് ഈ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോഴാണ്. 42 എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു വലിയ ഫിഗർ. കാരണം ഒരു വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും മാന്യമായ ഒരു തോൽവിയെങ്കിലും ആ മുന്നണിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 42 കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാന്യമായ തോൽവിയിലേക്കെങ്കിലും ഇന്ത്യ മുന്നണിക്ക് എത്താൻ കഴിയൂ. കാരണം NDA വിജയം ഉറപ്പിച്ചുകൊണ്ട് 400-ലധികം സീറ്റുകൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാന്യമായ തോൽവി അതെങ്കിലും ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ചുരുങ്ങിയത് ഒരു 150 സീറ്റുകളിലേക്കെങ്കിലും എത്തിയേ കഴിയൂ. അപ്പോൾ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ 150 എന്ന് പറയുന്നത് പോലും അപ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഒരു വലിയ പരാജയത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തൃണമൂൽ ഒപ്പം നിന്നേ പറ്റൂ. ഇന്ത്യ മുന്നണിക്ക് ഒപ്പമുണ്ടോ എന്നത് മാത്രമാണ് ഇനി മമത പറയേണ്ടത്. സീറ്റ് വിഭജനത്തിൽ ഒപ്പമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നു. UP-യിലടക്കം ഉണ്ടാകും എന്ന് പറയുന്നു. അവിടെയും സീറ്റ് ധാരണകളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഉത്തർപ്രദേശിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ജമ്മു കശ്മീരിലും നാഷണൽ കോൺഫറൻസുമായും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുമായുമുള്ള സീറ്റ് ധാരണയും ഏറെക്കുറെ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെയുള്ളത്. ഇതിൽ യൂസഫ് പത്താനെ ബഹ്റാംപൂരിൽ നിർത്തിയത് മാത്രമല്ല, മമതാ ബാനർജിയുടെ ചില വാചകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മോദിക്കൊപ്പമാണ് അല്ലെങ്കിൽ BJPക്കൊപ്പമാണ് മമതാ ബാനർജി എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഖലിസ്ഥാനി എന്ന് വിളിച്ച സിഖ് IPS ഓഫീസർ BJP നേതാക്കൾ സന്ദേശ് ഖലിയിലേക്ക് പോകുമ്പോൾ തടഞ്ഞ സിഖുകാരനായ IPS ഓഫീസറെ ഖലിസ്ഥാനി എന്ന് വിളിച്ചതിൽ പിടിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ക്യാമ്പയിൻ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിൽ മമതാ ബാനർജി പറഞ്ഞ വാചകം ഇതാണ്: ഈ തലപ്പാവ് ടർബൻസ് വെക്കുന്നവരെല്ലാവരും ഖലിസ്ഥാനിയാണെന്ന് പറയുന്നു, മുസ്ലിംസിനെല്ലാവരും പാകിസ്ഥാനികളാണെന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് ഇക്കുറി പയറ്റുക എന്ന് മമതാ ബാനർജി വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. പിന്നെ ദില്ലി പോലീസ് ഓഫീസർ തങ്ങളുടെ മുസ്ലിം സഹോദരന്മാരെ ചവിട്ടിയെറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പോളറൈസേഷൻ കൃത്യമായി അവിടെ നടപ്പാക്കുന്ന രീതിയിലാണ് മമത ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 8-ാം തീയതി നടന്ന സംഭവമാണ്. അതേക്കുറിച്ചാണ് മമത ഇന്നത്തെ റാലിയിലുടനീളം സംസാരിക്കുന്നത്. പിന്നെ BJP സർക്കാർ NDA സർക്കാർ കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മമതാ ബാനർജി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നത്, ഈ 42 സീറ്റുകളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എന്തിനാണ്? അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൂടുതൽ അംഗബലമുണ്ടെങ്കിലേ CAA നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ തടയാൻ, അതിനെതിരെ ശബ്ദമുയർത്താൻ ഞങ്ങൾക്ക് കഴിയൂ. അതുകൊണ്ട് പാർലമെന്റിൽ ഞങ്ങളുടെ 42 പേരും 42 സീറ്റിലും ജയിക്കും എന്ന ഒരു അവകാശവാദമാണ് മമത മുന്നോട്ട് വയ്ക്കുന്നത്. CAA ഇംപ്ലിമെന്റ് ചെയ്യാൻ, NRC ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളെ, അതായത് വോട്ടർമാരോട് പറയുന്നത്, നിങ്ങളെ അതിർത്തി കടത്തിവിടാനായിട്ടാണ് NDA മുന്നണിയും BJPയും ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ആ പറഞ്ഞുകൊണ്ട് കൃത്യമായി മുസ്ലിം പോപ്പുലേഷനെ ഒപ്പം നിർത്തുന്ന മമതാ ബാനർജിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ഒരു പോളറൈസേഷൻ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേരളം ആവശ്യപ്പെടുന്നത് പോലെ തന്നെയുള്ള പല കാര്യങ്ങളും മമതാ ബാനർജിയും പറയുന്നുണ്ട്. രണ്ടാനമ്മയെ സ്വഭാവമാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ല എന്നൊക്കെ പറയുന്ന മമതാ ബാനർജി ഇന്നിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഈ CAA NRC വിഷയമാണ്. അതിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന മമതാ ബാനർജി ഈ 2 വിഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ NRC വിഷയം കൃത്യമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് കൃത്യമായ ഒരു പ്ലാൻ തന്നെയാണ്. യൂസഫ് പത്താൻ വെറുതെ വന്ന് നിന്നൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആധിർ രഞ്ജൻ ചൗധരിക്കെതിരെ അങ്ങനെ ഒരു വികാരം തന്നെയാണ് ഇളക്കിവിടാൻ. കാരണം കോൺഗ്രസ് അല്ല, ഞങ്ങളാണ് ഈ വിഷയങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ബംഗാളിനെ ബോധ്യപ്പെടുത്താൻ. മമതയുടെ മുന്നിൽ വളരെ സെൽഫിഷാണ് മമതാ ബാനർജി. ഞാൻ ഈ വിഷയം എടുത്തപ്പോഴെല്ലാം ഇന്ത്യ മുന്നണിയുടെ അടിവേരറുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടയാൾ മമതാ ബാനർജിയാണെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. മമതാ ബാനർജി വളരെ സെൽഫിഷായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അവർ സ്വയം ഉയർത്തിക്കാട്ടുന്നത് താനാണ് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരേണ്ടയാൾ എന്നാണ്. അതുണ്ടായില്ല, അതിൻ്റെ ഒരു അതൃപ്തി അവർക്കുണ്ട്. അക്കാര്യത്തിൽ നിതീഷ് കുമാർ
മുന്നോട്ടേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ മമതയുടെ പങ്കാളിത്തം വളരെ വലുതാണ്. നിതീഷ് ഇപ്പോൾ മുന്നണിക്ക് പുറത്താണ്, ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായതിൽ നിന്ന് കുറച്ചെങ്കിലും മറികടക്കാൻ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ചെങ്കിലും ആ പരിക്കൊന്ന് പരിഹരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ അത് നടന്നിട്ടുള്ളൂ, പൂർണ്ണമായി അതും നടന്നിട്ടില്ല. അപ്പോൾ അസമിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നു, ബംഗാളിൽ സീറ്റിൽ ആരൊക്കെയാണ് മത്സരിക്കുക എന്നത് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഒരു നീക്കുപോക്കില്ലാത്ത മമതാ ബാനർജിയെ എനിക്ക് ഈ ആക്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു പരസ്പര ബഹുമാനമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് മമതയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ജയറാം രമേശ് ഇന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറായിരുന്നു, പക്ഷേ ഒരു ചർച്ചയ്ക്കോ ഒരു നീക്കുപോക്കിനോ തയ്യാറാകാത്തത് മമതാ ബാനർജിയാണ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു പോകാനായിട്ടുള്ള അവസാനത്തെ ചാൻസ് ആയിരുന്നു. ആ ചാൻസും ഇല്ലാതാക്കിയത് മമതാ ബാനർജി തന്നെയാണ്. ഇനിയിപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 22-18 അങ്ങനെ നിൽക്കുമ്പോൾ ഈ 18 സീറ്റുകൾ ലോക്സഭയിൽ നേടിയ BJPക്ക് ആ 18-ൽ നിന്ന് കുറയുമെന്ന ഉണ്ണിസാറിന്റെ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരു പോൾ അരിത്തമെറ്റിക് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള, കേരളം അടക്കമുള്ള ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതേ പാറ്റേൺ തന്നെ ആവർത്തിക്കാൻ, ഒരു വർഷത്തിനിപ്പുറമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ 2023-ലെ കണക്ക് വെച്ചുകൊണ്ട് 2024-ൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭാ സീറ്റുകൾ ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ തൃണമൂലിനും BJPക്കും കിട്ടുക എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവിടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ മഹുവ മൊയ്ത്രയ്ക്ക് സീറ്റ് നിലനിർത്തി എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ചോദ്യത്തിന് കോഴ വിവാദത്തിൽപ്പെട്ട മഹുവയെ അന്നേരം വലിയ രീതിയിൽ സംരക്ഷിക്കാനൊന്നും തയ്യാറാകാത്ത ആളാണ് മമത. പക്ഷേ ഇപ്പോൾ വീണ്ടും സീറ്റ് കൊടുക്കുന്നു. അതായത് പാർട്ടിക്കുള്ളിലെ റിഫ്റ്റൊക്കെ പരമാവധി പറഞ്ഞൊതുക്കാൻ ശ്രമിക്കുന്ന ഒരു മമതയെ കൂടി ബംഗാളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സന്ദേശ് ഖലി വിഷയം, നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ സന്ദേശ് ഖലി വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നേരിട്ടതിനൊരു മറുപടി മമതാ ബാനർജി നൽകുന്നില്ല. പ്രാദേശിക നേതാക്കളാണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ് കേസിൽ ഉള്ളതെന്ന് മമതയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ മമത അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തിരിച്ചു പറയുന്നത് മണിപ്പൂരാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി. ഒറ്റയ്ക്ക് മത്സരിക്കാൻ 42 കിട്ടുമെങ്കിൽ അത് നേട്ടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഡിവൈഡ് അവിടെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നുസ്രത് ജഹാനെ മാറ്റിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ ബാസിർഹട്ട് എന്ന് പറയുന്ന ഈ സന്ദേശ് ഖലി വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള ആളാണ് നുസ്രത് ജഹാൻ. അവിടെ ഫീൽഡ് ചെയ്യുന്നത് ഈ ഹാജി നൂറുൽ ഇസ്ലാം. അദ്ദേഹത്തെ അവിടെ ഫീൽഡ് ചെയ്യുമ്പോൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു പോളറൈസേഷനാണ്. നുസ്രത്തിനേക്കാളും കൃത്യമായി അവിടെ ഇഫക്റ്റീവായി ആ രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയുക ഹാജി നൂറുൽ ഇസ്ലാമിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ നുസ്രത് ജഹാനെ മാത്രമല്ല 5 സിറ്റിംഗ് എംപിമാരെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് മമതാ ബാനർജി ഈ സീറ്റ് നിർണയ വേളയിൽ. അതിലൊന്ന് മിമി ചക്രവർത്തിയാണ്. പിന്നെ ബറക്പൂരിലെ MP അർജുൻ സിംഗ് BJPയിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ് അർജുൻ സിംഗ്. അപ്പോൾ അർജുൻ സിംഗിന് ഇത്തവണ ടിക്കറ്റില്ല. കാരണം ആരൊക്കെ BJPയിലേക്ക് ചാടുമെന്നുള്ളത് ഇവിടെ പറയുമല്ലോ, കോൺഗ്രസ് വിട്ടാൽ BJPയിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ മമതയും ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നുസ്രത്ത് അടക്കമുള്ള 5 പേരെ ഡ്രോപ്പ് ഔട്ട് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ മറുകണ്ഠം ചാടാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇന്ത്യ മുന്നണിക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിന് ഇതൊരു തിരിച്ചടിയാണ്. കാരണം കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിനൊരു പോറലല്ല, കുറച്ച് വലിയൊരു മുറിവേൽപ്പിക്കുന്ന നീക്കം തന്നെയാണ് മമതാ ബാനർജിയുടേത് എന്നതാണ്. അതേസമയം കോൺഗ്രസിന് അവിടെ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു തിരിച്ചുവരവിനുള്ള പാത ഒരുങ്ങുകയാണ്. കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസിന് മാത്രമാണ് 2 സീറ്റുകൾ കിട്ടിയിട്ടുള്ള, ലെഫ്റ്റിന് 0 ആയിരുന്നു. പക്ഷേ മുഹമ്മദ് സലീം മത്സരിച്ച ജാദവ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടി ഒരു ഊർജ്ജസ്വലതയോടുകൂടി ലെഫ്റ്റ് വരികയാണ് എങ്കിൽ മൈനോറിറ്റി വോട്ടുകളും സെക്യുലർ വോട്ടുകളും സമാഹരിക്കാൻ കൂടുതലായി സാധിക്കുകയാണെങ്കിൽ ചില സീറ്റുകളിൽ ലെഫ്റ്റിന് ജയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നോക്കൂ, നമ്മളിപ്പോൾ ദേശീയ പദവി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം സീറ്റുകൾ കിട്ടിയാൽ പോരാ, മൂന്നാമതൊരു സ്റ്റേറ്റിൽ കൂടി സീറ്റ് കിട്ടേണ്ടതുണ്ട്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നോക്കൂ, ഇപ്പോൾ 2019 ശരിയാണ് 18 സീറ്റിലേക്ക് BJP വളർന്നു എന്നുള്ളത് ശരിയാണ്. സീറ്റ് BJPക്ക് 2024 കുറയും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2014 ഏറ്റവും ശക്തമായ വിജയം തൃണമൂൽ കോൺഗ്രസ് അവിടെ നേടിയത് 34 സീറ്റാണ്. 2011 മുഖ്യമന്ത്രിയായി മമതാ ബാനർജി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നന്ദിഗ്രാമിന് ശേഷം വലിയ രീതിയിൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മുഴുവൻ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ 2004 തെരഞ്ഞെടുപ്പ് കാലത്ത് ജ്യോതി ബസുവിനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കൽക്കത്തയിൽ പോകുന്നുണ്ട്. അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ അന്ന് ഈ CPM-ൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ക്രൗഡഡാണ്. 2004 കാര്യമാണ് ഞാൻ പറയുന്നത്. 2008 നന്ദിഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വളരെ എക്സ്റ്റെൻസീവായിട്ട് അവിടെ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് CPM-ൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് ഒരാളില്ല. അവിടുത്തെ ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്, 1-2 ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഈ മാറ്റം മനസ്സിലാകും.
ഇത് പുറത്തുനിന്ന് ആളുകൾ വന്ന് ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതല്ലല്ലോ, അന്യരാജ്യത്തുനിന്നൊന്നും ആരും അവിടെ വന്നിട്ടില്ലല്ലോ. അവിടെ ഉള്ളവർ തന്നെ ചേരി മാറുകയാണ് ചെയ്തത്. പക്ഷേ ആ ചേരിയിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് നമുക്ക് ഇതിൻ്റെ ഡാറ്റാസ് പരിശോധിക്കുമ്പോൾ കാണാം. ഞാൻ പറയുന്നത് 2019 22 സീറ്റിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വന്നു, 18 സീറ്റിലേക്ക് ഉയർന്നു BJP, 2 സീറ്റുകളിലേക്ക് കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് കോൺഗ്രസ് ജയിക്കുമ്പോൾ 2019 2 സീറ്റ് ജയിക്കുമ്പോൾ അവർക്ക് 6% വോട്ടേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് അവിടെയുണ്ട്, 7% വോട്ടുണ്ട്. പക്ഷേ അത് സീറ്റായി മാറിയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 2019 സവിശേഷത അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ 3 സ്ഥലങ്ങളിലേക്കായി ഭിന്നിച്ചു എന്നുള്ളതാണ്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ 2024 അങ്ങനെയല്ല. 2024 നിശ്ചയമായും ബംഗാളിലെ ന്യൂനപക്ഷ വോട്ടുകൾ സെൻസിബിളായി വോട്ട് ചെയ്യപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം ഉദാഹരണമായിട്ട് എടുത്താൽ, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണല്ലോ 14ലും 19ലും BJP എത്തിയത്. അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് വിജയിച്ചു വരുന്നത്? 3ാം സ്ഥാനത്തേക്ക് പോകും ദുർബലനായ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെ എന്ന് കാണുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് സെൻസിബിൾ വോട്ടിംഗ് ആണ്. ആ സെൻസിബിൾ വോട്ടിംഗ് അവസാന നിമിഷം വരെ ഇവർ നോക്കും. എന്നിട്ട് ആരാണ് വിജയസാധ്യത നോക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിനൊരു ഗംഭീര സ്ഥാനാർത്ഥി വരുന്നു എന്ന് വിചാരിക്കുക. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ വളരെ മോശമായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് നോക്കിയിട്ട് നേരെ കോൺഗ്രസിന് അങ്ങ് വോട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ ശശി തരൂർ വലിയ ഒരു മാർജിനിൽ ജയിച്ചു വരുന്നത്. സെയിം തിങ് വിൽ ഹാപ്പൻ ഇൻ ബംഗാൾ ദിസ് ടൈം. അതാണ് ഞാൻ പറയുന്നത്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ എൻ ബ്ലോക്കായിട്ട് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നോക്കി തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് ചെയ്താൽ തൃണമൂലിന് കിട്ടും, ഇടതുപക്ഷത്തിന് കിട്ടും, കോൺഗ്രസിനും കിട്ടും. ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ 18 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം പിന്നെ ബംഗാളിൽ BJPക്ക് ആവർത്തിക്കാനേ കഴിയില്ല. 2019 സാഹചര്യം തന്നെയാണ് 2024 ഇവർ ത്രികോണ മത്സരമല്ലേ കഴിഞ്ഞ പ്രാവശ്യം നടന്നത്. ഈ പറയുന്ന കോൺഗ്രസും BJPയും കോൺഗ്രസും പിന്നെ CPM ഐക്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒരുമിച്ച് തന്നെയാണ് നിന്നത്. ഒരു ചേരിയിൽ അവരുണ്ടായിരുന്നു, BJP ഒരു ചേരിയിലായിരുന്നു, തൃണമൂൽ കോൺഗ്രസ് വേറൊരു ചേരിയിലായിരുന്നു. അതേ ഫൈറ്റാണ് ഇപ്രാവശ്യം നടക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം അലയൻസ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കോൺഗ്രസും കൂടി അവിടെ മത്സരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകുന്നൊരു കാര്യം ആവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് എൻ ബ്ലോക്കായിട്ട് ഓരോ മണ്ഡലങ്ങളിലും വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തന്നെ നോക്കി സെൻസിബിളായി പോൾ ചെയ്യപ്പെട്ടാൽ നിശ്ചയമായും തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയം ആവർത്തിക്കാൻ കഴിയും. ലെഫ്റ്റിനും കോൺഗ്രസിനും ലെഫ്റ്റിന് ഒരു സീറ്റ് പോലുമില്ല. ലെഫ്റ്റ് പ്രാവശ്യം സീറ്റ് നേടും. കോൺഗ്രസും ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ഷീണം വരിക നിശ്ചയമായും BJPക്കാണ്. BJP അതിൽ എന്തിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തത്? BJP ഈ പറഞ്ഞ വിഘടിച്ചു പോയ ന്യൂനപക്ഷ വോട്ടിൻ്റെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടിയത്. അല്ലാതൊരു അഡ്വാൻറ്റേജ് അവിടെ ഇല്ല. അപ്പം അവർക്കൊരു വോട്ടുണ്ട് അവിടെ, ഒരു സംശയവുമില്ല. ഇപ്പോൾ 23% വോട്ടുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും പഞ്ചായത്തിൻ്റെ പാറ്റേണും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. 23% നിന്ന് അവർ ഇമ്പ്രൂവ് ചെയ്ത് 28 29 ശതമാനമാക്കി വികസിപ്പിച്ചാൽ പോലും ഈ ന്യൂനപക്ഷ വോട്ട് എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടുന്നത് ഇൻടാക്റ്റ് ആയിട്ട് വരും. ഇപ്രാവശ്യം ഇൻടാക്റ്റ് ആയിട്ട് വരും. ഞാനതിൻ്റെ പറയാൻ കാരണം, അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ശേഷം ഈ പറയുന്ന BJPയെ ഒരറ്റത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അവരിനി സെൻസിബിളായി വോട്ട് ചെയ്തേ പറ്റൂ ഇന്ത്യയിൽ. ആ സെൻസിബിൾ വോട്ട് ഈവൻ ഇൻ ഗുജറാത്ത് ദിസ് വിൽ ഹാപ്പൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 26 സീറ്റ് ഗുജറാത്തിൽ ആകെയുണ്ട്. 26 സീറ്റ് ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ഗുജറാത്തിൽ BJPക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ സീറ്റ് അപ്പുറത്തില്ല. 2019 26 സീറ്റും പിടിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങൾ പോലും വോട്ട് ചെയ്യുന്നത് BJPക്കാണെന്നൊരു കണക്കുണ്ട്. എൻ്റെ കാര്യം എന്താ പറയുക, ഏതെങ്കിലും മുസ്ലിം പോക്കറ്റിൽ വോട്ട് കുറഞ്ഞു എന്ന് കണ്ടാൽ ആ വിഭാഗം ഭീഷണിയിലായി. ഇത്തവണത്തെ ക്യാമ്പയിനും അതാണ്. അതായത് ഓരോ തവണയും പോൾ സ്ട്രാറ്റജി മാറ്റുകയാണ്. അതായത് ചായക്കടക്കാരൻ ഇമേജിൽ നിന്ന് ഇപ്പോൾ ഒരു കുടുംബം 140 കോടി ഇന്ത്യക്കാരും ചേർന്ന മോദി കാ പരിവാർ, അതാണ് ഓരോ തവണയും ഈ പോൾ സ്ട്രാറ്റജി മാറ്റുകയാണ്. അവിടെയാണ് അപ്പോൾ ഒരു ഡിവിസീവായിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്ക് സന്ദേശ് ഖലി നിൽക്കുകയാണ്. അല്ല, ഡിവിസീവായ പൊളിറ്റിക്സ് മമതാ ബാനർജി പ്ലേ ചെയ്തത് 2014 ചെയ്തിട്ടുണ്ട്, 2019 വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നേ. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയായിരുന്നു മമതാ ബാനർജിയുടെ ശക്തിയായിട്ട് വന്നത്. അത് ഇറോഡ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് കോൺഗ്രസിനും പിന്നെ ലെഫ്റ്റിനും തിരിച്ചടിയായത്. ഇപ്രാവശ്യം ഞാൻ പറയുന്നത് ഒരു സെൻസിബിൾ വോട്ടിംഗ് അവിടെ നടക്കും. അങ്ങനെ നടന്നാൽ അത് ഗുണകരമാവുക ഈ 3 പേർക്കുമായിരിക്കും. അതിലൊരു വലിയ മുന്നേറ്റം മമതാ ബാനർജി നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇപ്പോൾ 22 സീറ്റ് ഓൾറെഡി അവർക്കുണ്ട്. ഏതാണ്ട് 43% വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്കുണ്ടായിരുന്നത്. 50% നേരത്തെ നേഴ്സ് സൂചിപ്പിച്ച കണക്ക് ഈ പറഞ്ഞ അടിച്ചമർത്തി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നും. എന്നിട്ട് പോലും 14-15% ഇടതുപക്ഷത്തിന് അവർ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനും അവർ വോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം BJP ആയിരിക്കും ഇവിടെ ലൂസർ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ 150 സീറ്റിലേക്കൊക്കെ പ്രതിപക്ഷം ഒതുങ്ങിപ്പോകും. മാന്യമായൊരു തോൽവി കിട്ടണമെങ്കിൽ പോലും 150 സീറ്റിലേക്കൊക്കെ എത്തണമെങ്കിൽ ബംഗാൾ നിർണായകമാണ്. ബംഗാൾ നിർണായകമല്ല. അങ്ങനെ ഇപ്പം 22 സീറ്റ് മാറ്റി നിർത്തിയാലും വലിയ രീതിയിലുള്ള 130 സീറ്റുണ്ട്. പിന്നെ സുജയ സൗത്ത് ഇന്ത്യയിൽ 130 സീറ്റ്
സീറ്റിൽ എത്ര സീറ്റുണ്ട് ബി ജെ പിക്ക്? 30 സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത്. 30 സീറ്റ്, 28 സീറ്റ്. ഞാൻ അവരുടെ കണക്കാണ് പറഞ്ഞത്. അതല്ല, ആയിക്കോട്ടെ. 43-ൽ അതെ, 400 ആയിക്കോട്ടെ. എടുത്താൽ പിന്നെ ബാക്കി എത്രയുണ്ട്? ആയിക്കോട്ടെ, ഈ 28 സീറ്റ് എന്ന് പറയുന്നതിൽ 26 സീറ്റ് വന്നിരിക്കുന്നത് കർണാടകത്തിൽ നിന്നും 2 സീറ്റ് വന്നിരിക്കുന്നത് തെലങ്കാനയിൽ നിന്നുമാണ്. ബാക്കി ഒരൊറ്റ സംസ്ഥാനത്തില്ല. ആന്ധ്രാപ്രദേശിൽ YSRCPയും പിന്നെ TDP ആണുള്ളത്. DMK ആണ് തമിഴ്നാട്ടിലുള്ളത്. ഇടതുപക്ഷവും പിന്നെ കോൺഗ്രസുമാണ് കേരളത്തിലുള്ളത്. പുതുച്ചേരിയിൽ കോൺഗ്രസ് ആണുള്ളത്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് 30 സീറ്റുണ്ട്. ആ കർണാടകത്തിൽ ആ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല, ഒരു കാരണവശാലും ആവർത്തിക്കത്തില്ല. wait and see. അതെ, ലെറ്റ്സ് വെയിറ്റ്. മാഡം കൈ കാണിക്കുന്നു. അതെ, പറയാം. അതുപോലെ ഉത്തർപ്രദേശിൽ 62 സീറ്റുണ്ട് ഇപ്രാവശ്യം. അത്രയൊന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുജറാത്തിൽ 26 സീറ്റുണ്ട്. ഇനി ഒരു സീറ്റ് കൂടുതലായിട്ട് അവിടെ ഇല്ലല്ലോ, അവിടെ കുറയാനല്ലേ ഉള്ളൂ. മധ്യപ്രദേശിൽ 28 സീറ്റുണ്ട്, അതും കുറയാനല്ലേ ഉള്ളൂ. രാജസ്ഥാനിൽ 25 സീറ്റുണ്ട്, അതും കുറയാനേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 9 സീറ്റുണ്ട്, അതും കുറയാനേ ഉള്ളൂ. കൂടേണ്ടത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. നമ്മളിന്ന് ഇരിക്കുമ്പോണ്ടല്ലോ, പ്രചാരണം മോദി തുടങ്ങാൻ പോകുന്നത് എവിടുന്നാ? ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം തുടങ്ങാൻ പോകുന്നത് എവിടുന്നാ? പാലക്കാട് നിന്ന് തുടങ്ങാൻ പോകുന്നത്. എന്തുകൊണ്ടത്? ഒരു BJP നമ്മളൊരു വടക്കേ ഇന്ത്യൻ പടിഞ്ഞാറേ ഇന്ത്യൻ പാർട്ടിയായിട്ട് വിശേഷിപ്പിച്ചാൽ തന്നെയും BJP ഈ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ശ്രദ്ധ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ഒരുപക്ഷെ സാധ്യമല്ല എന്ന് കരുതുന്ന വിധത്തിൽ BJD-യുമായും തിപ്രാമോത്തയുമായും TDP-യുമായും ഒക്കെ സഖ്യം ഉണ്ടാക്കുന്നതൊന്നും BJP അക്കാര്യത്തിൽ 2024 അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. മാത്രമല്ല, അവർ പുറമേ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിനപ്പുറത്തേക്ക് വേറൊരു വികാരം നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സൗത്ത് ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലേത് 4ാമത്തെ തവണയാണ് നരേന്ദ്രമോദി വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി പ്രചരണം നടത്താൻ പോകുന്നു. വാരാണസി കഴിഞ്ഞിട്ട് കേരളത്തിലാണ് ആദ്യം എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. നോക്കൂ, BJP കർണാടകത്തിൽ JDS-ഉമായിട്ട് സഖ്യം ഉണ്ടാക്കി. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ TDP-യുമായിട്ട് സഖ്യം ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ DMK-യുമായിട്ട് ഇപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വെറുതെ വിട്ടുകൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം അവിടെയും ഒരു മത്സര സാധ്യത അവസാന ഘട്ടത്തിലും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ 42 സീറ്റുകളിൽ അവരൊറ്റക്കാണ് മത്സരിക്കുന്നതെന്ന് കരുതുക. ഒരു പോസ്റ്റ് പോൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഇന്ത്യ സഖ്യത്തിന് ഇനിയൊരു 30 സീറ്റിൻ്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള 22 സീറ്റിൻ്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക. തൃണമൂൽ കോൺഗ്രസ് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലുണ്ടെന്നാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാർഗെയിനിങ് പവർ കൂടുകയാണ്. വേണമെങ്കിൽ BJP-യോടൊപ്പം പോകാൻ ഉളുപ്പില്ലാത്ത സ്ത്രീയാണ് മമതാ ബാനർജി. അല്ല, അങ്ങനെ ആയതല്ലോ. കാരണം ഇപ്പോൾ 98 ആ പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ വാജ്പേയിയോടൊപ്പം മന്ത്രിയായി. നോക്കൂ, 92 നരസിംഹറാവു മന്ത്രിസഭയിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റാ ഈ പറയുന്ന മമതാ ബാനർജി. അവിടെ മമതാ ബാനർജിയുടെ കരിയർ ഉയർത്തിയിട്ടേ ഉള്ളൂ. 98 കൃത്യമായി പാർട്ടി ഉണ്ടാക്കി വാജ്പേയിക്കൊപ്പം നിന്നു. 2004 UPA വന്നപ്പോഴത്തേക്കും UPM-ലെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ് 2 സമയത്തും, 2004-ലും 2009-ലും. അല്ല, അസ്പൃശ്യതയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അസ്പൃശ്യതയൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്കില്ല. ഞാൻ സ്മൃതി മാഡത്തിലൂടെ ഒന്ന് പോയിക്കോട്ടെ. മാഡം പറയൂ. ഇല്ല, എനിക്ക് ഈ കാര്യം സന്ദേശ് ഖലിയാണ് അറിയേണ്ടത്. സന്ദേശ് ഖലി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകില്ലേ? അത് ഉണ്ണി ബാലകൃഷ്ണൻ ഒന്ന് വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സന്ദേശ് ഖലി ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കുന്നുണ്ട് BJP. അവിടെ ഈ 55 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോയത്. അത് ED ഉദ്യോഗസ്ഥരുമായി സംഘർഷമുണ്ടാക്കിയെന്ന പേരിലാണ്. അപ്പോൾ വലിയ ആരോപണമാണ് ഈ നേതാവിനെതിരെ ഉയർന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇയാളെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം അവിടെ നിൽക്കുന്നു. BJP അത് ആയുധമാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മോദി അപ്പുറത്ത് മണിപ്പൂരിൽ പോകാതിരിക്കുകയും മണിപ്പൂരുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വൈകി നടത്തുകയും ചെയ്ത മോദി, പക്ഷേ സന്ദേശ് ഖലി വളരെ വേഗത്തിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ സന്ദേശ് ഖലി എന്ന വിഷയം ആർക്ക് ഗുണം ചെയ്യുന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നില്ലേ? BJP-ക്കാണോ CPM-നാണോ കോൺഗ്രസിനാണോ? ഏത് തരത്തിലുള്ള ഇപ്പോൾ ഈ സന്ദേശ് ഖലി നിശ്ചയമായും അവിടെ BJP ഉപയോഗിക്കുന്ന കാര്യത്തിനകത്ത് എന്താ തർക്കം? ഇപ്പോൾ സന്ദേശ് ഖലി എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല വലിയ തോതിൽ എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരണം BJP നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉന്നാവയിലും കത്വയിലും ഒക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് ചർച്ചയാക്കി. കേരളത്തിലും സന്ദേശ് ഖലി നിശബ്ദമാണ്. അപ്പം എന്തുകൊണ്ട് സന്ദേശ് ഖലി ചർച്ചയാകുന്നില്ല എന്നുള്ള ഒരു വിഷയം അവർ ഉന്നയിക്കുന്നുണ്ട്. സന്ദേശ് ഖലി ഒരു സംശയവും വേണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ സ്മൃതി, ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ
ഓൾറെഡി ഈ പറയുന്ന ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ, ബംഗാളിൽ ഓൾറെഡി ഉണ്ടല്ലോ. അത് തന്നെയാണല്ലോ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്ക് അതേപോലെ തന്നെ നിൽക്കും. സന്ദേശ് കലി എന്ന് പറയുന്ന ഒരു പുതിയ വിഷയം വേണ്ട അവിടെ ഹിന്ദുക്കൾക്ക് പിന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ. അങ്ങനൊരു വിഷയമേ അവിടെ നിലനിൽക്കുന്നില്ല. സന്ദേശ് കലിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഹിന്ദുക്കളെല്ലാം കൂടി ഒന്നിക്കുകയും BJPയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം വെച്ചാൽ ഓൾറെഡി ആ വോട്ട് ബാങ്ക് ഇൻടാക്റ്റ് ആണ്. ആഫ്റ്റർ അയോധ്യ രാം ടെമ്പിൾ അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം പിന്നെ ഒരു പ്രശ്നവും അവിടുത്തെ ഹിന്ദുക്കൾക്കില്ല. അവരത് ശക്തമായി തന്നെ BJPയുടെ പിന്നിൽ നിൽക്കും. ഞാൻ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ തവണ BJP വിച്ഛിന്നമായി വോട്ട് ചെയ്തത് മാറുകയും അവർ വളരെ സെൻസിബിളായി വോട്ട് ചെയ്യുകയും ചെയ്താൽ വേറൊരു സിനാറിയോ ബംഗാളിൽ ഉണ്ടാകും. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരാൻ പോകുന്നത് ഇടതുപക്ഷവും കോൺഗ്രസുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഗുണഭോക്താവായിട്ട് ഇപ്രാവശ്യം ഈ 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചിട്ട് ഇടതുപക്ഷം അവർക്ക് അവിടെ അക്കൗണ്ട് വീണ്ടും തുറക്കും, അവർക്ക് അവിടെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഇംപ്രൂവ് ചെയ്യും കോൺഗ്രസ്, യാതൊരു സംശയവും വേണം. അപ്പോൾ സന്ദേശ് കലി എന്ന് പറയുന്ന ഒരു വിഷയം വന്നതോടുകൂടി ഹിന്ദു വോട്ട് ബാങ്ക് വീണ്ടും ഒന്നിക്കുന്നു, അത് ഒറ്റക്കെട്ടായിട്ട് BJPക്ക് പിന്നിൽ നിൽക്കുന്നു എന്ന് കരുതേണ്ട. അത് ഓൾറെഡി അവിടെ ഉള്ള വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് അവർ രൂപീകരിച്ചത് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് CAA പോലുള്ള വിഷയം എടുത്തു വെച്ചുകൊണ്ട് ദേശത്തിൻ്റെ ദേശഭക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് അവരവിടെ ആ ദുർഗാഭക്തിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് BJP അവിടെ ശക്തമായിട്ടുള്ളത്. രാം ടെമ്പിൾ തന്നെയാണ് അവിടെ ഇനി ആ ഹിന്ദുക്കളെ ഒന്നിച്ച് നിർത്താൻ പോകുന്നത്. സന്ദേശ് കലി കൂടുതൽ അവരെ അടുപ്പിക്കുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഒരു പുതിയ നേട്ടം അവിടെ BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ 18-അപ്പുറമുള്ള സീറ്റുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഈ പോളറൈസേഷൻ, ഒപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള ഇൻഫിൽട്രേറ്റേഴ്സ്, അതാണ് മമതയുടെ എക്കാലത്തെയും വോട്ട് ബാങ്ക്. അവരെ തൃപ്തിപ്പെടുത്താനാണ് ഇന്ന് പോലും ഈ CAA NRC ഒക്കെ എടുത്തു പറയുകയും നിങ്ങൾക്ക് അതിർത്തിക്കപ്പുറം പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന മമതാ ബാനർജിയെ ഇന്നത്തെ റാലിയിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ പോയിന്റ് വളരെ ക്ലിയർ ആണ്. മമതയുടെ സ്ട്രാറ്റജി സ്റ്റിൽ ദ സെയിം. സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാം? അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2 പേർ, നോ എന്ന് 2 പേർ. Meet the editors.